ശനിയെക്കുറിച്ച് ആശങ്കപ്പെടാത്തവരായി ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ആശങ്കയ്ക്ക് കാരണം മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ രാശിചക്രത്തിൽ കുറെ അധികം വേഗതയിൽ കടന്നു പോകുന്നവയാണ്. പക്ഷെ ശനി 2.5 വർഷം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ ഒരു ദോഷകരമായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് 2.5 വർഷം പോലെ നീണ്ട ഒരു പീരീഡായി പോകും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പേരും ഈ ശനിയുടെ രാശിമാറ്റത്തിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെടുന്നത്. എന്നാൽ മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും പൊതുവായി പറഞ്ഞിരിക്കുന്ന ഫലം അവരുടെ ജനന സമയത്തെ ആസ്പദമാക്കി വലിയ അന്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്ക് മുകളിലുണ്ട്. ഇവരെ നമ്മൾക്ക് 12 വീതം വെച്ച് ഈ 12 കോടി ജനങ്ങൾക്ക് മുകളിൽ ഒരേപോലെയുള്ള ഫലങ്ങൾ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് ജ്യോതിഷത്തിനെ കുറിച്ച് വലിയ അറിവില്ലാത്തവർക്ക് സ്വയം ഈ പറയുന്ന ഈ പ്രവചനങ്ങളൊക്കെ ഫലം ഉണ്ടാകുമോ ഇല്ലയോ, നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുമോ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ ബോർഡിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവും. അങ്ങോട്ട് നോക്കാം. നിങ്ങളുടെ ജാതകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോർഡിൽ കാണുന്നത് പോലെ ഒരു ചാർട്ട് അതിലുണ്ടാകും. അത് ഒരു പേജിലുള്ള ജാതകമാണെങ്കിലും ഇനി ബുക്ക് ഫോമിലുള്ളതാണെങ്കിലും ഏതിലാണെങ്കിലും ഇങ്ങനെ ഗ്രഹനില എന്ന നടുവിൽ അടയാളപ്പെടുത്തിയ ഇങ്ങനെ ഒരു കോളം ഉണ്ടാകും. ഇതിനകത്ത് വലിയ ജ്യോതിഷത്തിൽ ഒട്ടും അറിവില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടം തൊട്ടാണ് രാശികൾ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇതാണ് രാശികളുടെ ക്രമം. ഇതിൽ നമ്മളുടെ ജന്മരാശി ഏതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഉത്തരം, അത്തം, ചിത്തിര ഈ നാളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കന്നി വരും. രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ ഇടവം വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ പലപ്പോഴും വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഏത് ആംഗിളിൽ ശനി നിൽക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഓരോ ഫലപ്രവചനങ്ങൾ നടത്തുന്നത്. ഉദാഹരണത്തിന് ഈ കന്നി രാശി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 7ാമത്തെ രാശിയായിട്ടുള്ള മീനം രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് 7ാമത്തെ രാശി നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനി എന്ന് പറയുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് പറയാനുള്ളത് ആർക്കാണ് ബാധകമായിട്ട് വരുന്നത് അല്ലാത്തത് എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഗ്രഹനിലയിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഇടവൻ രാശിയില് ലാ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലാ എന്ന് പറയുന്നത് ലഗ്നരാശിക്കാണ്. അപ്പൊ ഈ ഇടവ രാശിയാണെങ്കിലും തുലാം രാശിയാണെങ്കിലും മകരരാശിയാണെങ്കിലും കുംഭം രാശിയാണെങ്കിലും ഈ 4 രാശിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ലാ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ രാശിക്കാർ ശരിക്കും ശനിയെ ഭയക്കേണ്ടതേ ഇല്ല. അവർക്ക് ശനി ഒരിക്കലും ദോഷകരമായി പ്രവർത്തിക്കില്ല. ഏത് രാശിയിൽ വേണമെങ്കിലും നിന്നോട്ടെ. അപ്പൊ ഈ 4 രാശിക്കാർക്ക് ആ ഒരു ഓർമ്മ വേണം. അവർ ശനിയുടെ മാറ്റത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടുകയോ പരിഹാരങ്ങൾ തേടി പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യകത അവർക്കില്ല. അവർക്ക് ശനി ഒരിക്കലും ദോഷകരമായി പ്രവർത്തിക്കില്ല. അതിന്റെ കാരണം കൂടി പറയാം. ഈ മകരം, കുംഭം ഈ 2 രാശികൾ ശനിയുടെ സ്വന്തം രാശികളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് സ്വന്തം രാശിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ജനിക്കുന്ന ആളുകളെ സ്വന്തം വീട്ടിൽ കഴിയുന്നവരെ പോലെ, അമ്മയോ അച്ഛനോ നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാൻ ശനി ബാധ്യസ്ഥനാണ്. ഇടവം, തുലാം ഈ 2 രാശികളിൽ ജനിക്കുന്നവർക്ക് ശനി യോഗകാരകനാണെന്നാണ് പറയുന്നത്. യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ നൽകുന്ന ഗ്രഹം എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള രാശികൾ ജനിക്കുമ്പോൾ അവർക്കൊരിക്കലും ശനി ദോഷകരമായി പരിണമിക്കുന്നില്ല. ഇത് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ടും മനസ്സിൽ വയ്ക്കണം. ഈ രാശിക്കാരും ശനിയെക്കുറിച്ച് ആശങ്കപ്പെടരുത്. ശനി എവിടെ നിന്നാലും, ഏഴര ശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ഇനി ശനി ദശയാണെങ്കിലും ഒക്കെ തന്നെ ഇവർ ശനിയെ കാര്യമായിട്ട് ഭയക്കേണ്ടതില്ല. ഇനി ലഗ്നമല്ലാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ശനി എന്ന ഗ്രഹത്തിനെ ആ ഗ്രഹനിലയിൽ എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ശനി എന്നുള്ള പേരിൽ അങ്ങനെ ഗ്രഹനിലയിലൊന്നും അടയാളപ്പെടുത്താറില്ല. മാ എന്നായിരിക്കും എഴുതിയിരിക്കുക. അത് മന്ദൻ എന്ന് ശനിക്ക് വേറൊരു പേര് കൂടിയുണ്ട്. അതിന്റെ ചുരുക്കപ്പേരായിട്ട് മാ എന്ന് മാത്രമാണ് ഗ്രഹനിലകളിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ കാണുന്ന 3 രാശികളിൽ എവിടെയെങ്കിലുമാണ് ഈ മാ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, ഇത് ഒന്ന് തുലാം രാശിയാണ്, മകരമാണ്, കുംഭമാണ്. അപ്പൊ ഈ 3 രാശികളിൽ ഒന്നിലാണ് മാ എന്ന അക്ഷരം നിങ്ങളുടെ ഗ്രഹനിലയിൽ കാണുന്നതെങ്കിൽ നിങ്ങളും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശനിയെ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ശനി അതിന്റെ സ്വന്തം വീടുകളായിട്ടുള്ള, സ്വന്തം സ്ഥലമായിട്ടുള്ള മകരം, കുംഭം ഈ രാശികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ശനി ഏറ്റവും പവർഫുൾ ആകുന്ന തുലാം രാശിയാണ്. അപ്പൊ ഈ 3 ഭാഗങ്ങളിലാണ് നമ്മൾ ജനിച്ച സമയത്ത് ശനി നിൽക്കുന്നതെങ്കിൽ ആ ശനി നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അത് എവിടെ നിന്നാലും എന്നുള്ളതല്ല, ഈ 3 ഏത് രാശി ലഗ്നമായാലും അത് നമ്മളെ
കാര്യമായി ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ല ഗ്രഹനിലയല്ല നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത്, ജാതകത്തിന്റെ മറ്റു ചില പേജുകളിൽ നിന്നും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ഈ കാണിക്കുന്ന വിവരങ്ങൾ, അതായത് ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകം ആ ജാതകത്തിൽ ഇത്തരത്തിൽ അഷ്ടവർഗം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കി നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് പറയാം. ഇവിടെ നോക്കൂ, ഏറ്റവും മുകളിൽ വ്യാഴത്തിന്റെ അഷ്ടവർഗം കാണിച്ചിരിക്കുന്നു, പിന്നീട് ശുക്രന്റേത് കാണിച്ചിരിക്കുന്നു, പിന്നീട് ശനിയുടേത് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ ശനിയുടെ അഷ്ടവർഗം എടുക്കുക. അതിൽ കുറെ ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്തുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടല്ലോ. അത് ചില കോളങ്ങളിലാണെങ്കിൽ 2 ഉണ്ടാവും, ചിലതിൽ 3 ഉണ്ട്, ചിലതിൽ 5 ഉണ്ട്. അങ്ങനെ പല കള്ളികളിലും വ്യത്യസ്തമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശനി നിൽക്കുന്ന ഏത് രാശിയിലാണോ ആ രാശിയിൽ കൂടുതൽ അത്തരം ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ, 5 ബിന്ദുക്കളോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവർക്ക് ആ രാശിയിൽ ശനി നിൽക്കുന്ന കാലയളവിൽ ശനിയെ ഭയക്കേണ്ടതായിട്ടില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ശനിയുടെ അഷ്ടവർഗം നോക്കിയാൽ കാണാം. ഇവിടെ മീനം രാശിയിൽ 5 ഗ്രഹങ്ങളെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, 5 അക്ഷങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജാതകക്കാരനാണെങ്കിൽ, ഒരാളുടെ ജാതകത്തിൽ ഇതാണ് ആ അഷ്ടവർഗത്തിലെ അവസ്ഥയെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ 2 വർഷത്തേക്ക് ശനിയെ പേടിക്കേണ്ടതേ ഇല്ല. അവർക്ക് ഏഴരശനിയോ കണ്ടകശനിയോ എന്തുമായിക്കൊള്ളട്ടെ അവർക്ക് പേടിക്കേണ്ടതില്ല. കാരണം ശനി അതിന് അക്ഷങ്ങൾ കൂടിയ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ അഷ്ടവർഗ പ്രകാരവും നമുക്ക് നമ്മുടെ താൽക്കാലിക ഫലങ്ങളെക്കുറിച്ച് സ്വയം ബോധ്യപ്പെടാവുന്നതാണ്. ഇപ്പൊ ജാതകത്തിനെ കുറിച്ച് വലിയ അറിവുകളോ ജ്യോതിഷത്തിനെ കുറിച്ച് പിടിപാടൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഒരു തലക്കുറിയോ ഗ്രഹനിലയോ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തന്നെ ആരെങ്കിലും ഫലം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് രാശിയെങ്കിലും അവർ പറയാതിരിക്കില്ല ഈ രാശിയിലാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആ രാശിയുടെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് തന്നെ സ്വയം ആലോചിക്കാം നമ്മൾക്ക് ഇതൊക്കെ ദോഷപ്രദമാകുമോ ഇല്ലയോ. അപ്പൊ എത്ര ദോഷപ്രദമാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാര്യമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാക്കില്ല. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതോ പരിഹാരങ്ങൾ ചെയ്യേണ്ടതോ ആയിട്ടുള്ള അവസ്ഥയുമില്ല.